ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൂസിയാസ്റ്റിക് മെഡിക്കോ. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാത്തോളജി എച്ച്.ഒ.ഡിയുള്ള പ്രേമ മാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണെന്ന്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ കഴിയാറായപ്പോഴേക്കും മാം ട്രാൻസ്ഫർ ആയി പോയിരുന്നു. അപ്പോൾ നമ്മൾ അന്നേ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാമിനെ കാണാനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. നമ്മളപ്പോൾ പ്രേമ മാമിനെ കാണാനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അറിയില്ല, മാമിനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹായ് ഗായ്സ്, ഇവക്ക് വരണതുണ്ട്, പക്ഷേ ഇവക്ക് പീഡിയാട്രിക്സിൽ പോസ്റ്റിംഗ് കൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരക്കിന്ന് പറയണം. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേമാമിനെ കാണാൻ പോവുകയാണ്. പ്രേമാമിന്റെ പിള്ളേര് പ്രേമാമിനെ കാണാൻ പോകും. പിള്ളേരെ നമ്മൾ സ്മരണയാണോടാ? ഇവര് സ്ഥിരമായിട്ട് വൈകിയിരുന്ന ആൾക്കാരാണ്. ക്ലാസ്സിലും വൈകിയൊന്ന് ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ഹൈവേ വരെ പോയത്. ഹൈവേയിലാണെങ്കിൽ ഫുള്ള് പണി നടക്കാൻ കേട്ടോ. ഈ റോഡൊക്കെ പണിത് കഴിയുമ്പോൾ നമ്മുടെ കോളേജ് അടിപൊളിയാവുമെന്നാണ് തോന്നുന്നത്. അവിടെ നമ്മൾ ട്രിവാൻഡ്രം ബസ് കയറി. എല്ലാവരാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് കേട്ടോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക്. നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ ആദ്യം ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഞാനും അബ്രഹാം ആണെങ്കിൽ മാമിനായിട്ട് ഇത്തിരി സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകാമെന്ന് കരുതി. അല്ല ബ്രോ, ഇന്നും പറയാം ബ്രോ, നമ്മൾ മാമിന് വേണ്ടി ഗിഫ്റ്റായിട്ട് ഒരു കപ്പ് വാങ്ങിക്കുന്നതാണ് കരുതിയത്. അപ്പോൾ അവർ കുറേ കപ്പൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പിങ്ക് കപ്പായിരുന്നു. ഇതുകൂടാതെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു. നമ്മളാണെങ്കിൽ ഒരു ഗ്ലാസും പിന്നെ മാമിന് കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് പോകാം. വെയിറ്റ് ചെയ്ത് പോയു ഗൈസ്. എന്നാലും സാരമില്ല, പ്രേമാമിനുള്ള ഗിഫ്റ്റ് അല്ലേ, നമുക്ക് പൊടിക്കാൻ കഴിക്കാം. നമ്മൾ കുറച്ചും കൂടെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു അമ്മയും കുഞ്ഞിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അവിടെ തന്നെയാണ് SIT ഹോസ്പിറ്റലുള്ളത്. നമ്മളപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കണം. അവിടെയാണ് മാം ഉള്ളത്. നമ്മൾ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. മാഡത്തിന് കഴിക്കാനുണ്ട് ഗൈസ്. ഈ കാണുന്നതാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഐശ്വര്യക്ക് ഓൾറെഡി ഇവിടെ ഇന്ന് ക്രിക്കറ്റ് കളിയുണ്ട്. ഐശ്വര്യ ഇവിടെ ക്രിക്കറ്റ് ടീമിലുണ്ട് കേട്ടോ, വുമൻസിൻ്റെ. പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടാണ് ഗൈസ്. ഇവിടെ ഗേൾസിൻ്റെ ക്രിക്കറ്റ് ഉണ്ട്. നമ്മളപ്പോൾ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ അക്കാഡമിക് ബ്ലോക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഹിപ്പോക്രാറ്റസ് ഇവിടെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഇതാണ് ഇവിടെ അക്കാഡമിക് ബ്ലോക്ക്. ഇതാണ് കേട്ടോ, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ചോദിച്ചു പോവാണ് കേട്ടോ, എവിടെയാണ് പത്തോളജി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങളുടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ക്യാമ്പസ് ആണെങ്കിൽ ഒരു ആർട്സ് കോളേജിന്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു ഇവിടെ. ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കണം. നമ്മൾ എത്ര നോക്കിയിട്ടും പത്തോളജി ഡിപ്പാർട്ട്മെന്റ് കാണുന്നില്ല. പിന്നെ കണ്ണാടി നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് ഒരു മിറർ സെൽഫി എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ വരാന്ത. ഇവരുടെ ക്യാമ്പസ് ആണെങ്കിലും ഗാർഡൻ ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ പാത്തോളജി ചെയ്താ ഫിസിയോളജി ചെയ്താ എവിടെയാ ഡിപ്പാർട്ട്മെന്റ് പോലെ അറിയാതെ ഇങ്ങനെ നടക്കാണ്. കൂടെ കുറെ നടക്കാണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് അവസാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് മാമിനെ കാണാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മാം ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സർപ്രൈസ് ആയിട്ട് ഫെറേറോ റോഷർ കൊണ്ടുവന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് മാം അൺബോക്സ് ചെയ്ത് നോക്കി. മാമിന് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ കാണുന്നതാണ് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ അവരുടെ ഡ്യൂട്ടിയിലായിരുന്നു. നമ്മളാണെങ്കിൽ ഇനി കോളേജിൻ്റെ ഓരോ ലാബും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് കാണാനായിട്ട് പോകുമായിരുന്നു.
മാം ആണെങ്കിൽ നമുക്ക് എല്ലാ ലാബിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടിരിക്കുമായിരുന്നു. നമ്മള് എഴുതി എക്സാം സത്യം പറഞ്ഞാൽ മാമിൻ്റെ അടുത്ത് നിന്ന് പോരാനായിട്ട് ഞങ്ങൾക്ക് നല്ല മടിയായിരുന്നു. കാരണം നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി ആയിരുന്നു മാം. പിന്നെ ഇവിടെ മാം ഒരു ലാബൊക്കെ കാണിച്ചു തന്നായിരുന്നു. അവിടെ ഇപ്പോൾ ക്ലാസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറി കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു. നമ്മുടെ കോളേജിൽ നിന്ന് കുറേ ഫാക്കൽറ്റീസൊക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ അവരെ കാണാനായിട്ട് നമ്മൾ പോവാണ്. നിങ്ങളീ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഫിസിയോളജിയുടെ ലാബ്. അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രേമ മാം ആണെങ്കിൽ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിരുന്നു ശ്യാം സാറ്. സാറും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ടാണ് ട്രാൻസ്ഫർ അയക്കുന്നത്. ശ്യാം സാറിനെയും കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ സാറിനെയും കാണാൻ പറ്റി. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും കൂളായിട്ടുള്ളൊരു HOD ആയിരുന്നു ശ്യാം സാറ്. പിന്നെ സാറിൻ്റെ അടുത്ത് നമ്മളെല്ലാവരും കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സാറിനെ കണ്ടത്. എന്തായാലും സാറിനെ കണ്ടതിൽ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ഹാപ്പിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇയർ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ ഫാക്കൽറ്റീസും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു. അവരെ കാണാനായിട്ട് നമ്മൾ പോയിരുന്നു, പക്ഷെ അവരിന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ മാമിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോരാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നടന്ന് കുറേ ദൂരം എത്തിയിട്ടും മാഡം ആ വരാന്തിയിൽ തന്നെ നിൽക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂസിയം, സൂ അവിടെയൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മ്യൂസിയത്തിലേക്ക് പോവാണ് ഇനി. മ്യൂസിയം ഭയങ്കര ഇഷ്ടമാണ്. കുറെ സാധനം ഉണ്ട്. അതുപോലെ ഇങ്ങനെ കടകളുള്ള സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടം. നടന്നുകൊണ്ടിരിക്കുകയാണ് മ്യൂസിയത്തിലേക്ക്. അത്യാവശ്യം ദൂരമില്ല ഇവിടെ നിന്ന്. ട്രിവാൻഡ്രം സൂവിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയതുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സൂവിൽ പോകണം മ്യൂസിയത്തിൽ പോകണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂസിയത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ ക്ലൈമാക്സിൽ വരുന്ന സീനില്ല, അത് ഇവിടെ. ഞാനിവിടെ മ്യൂസിയത്തിലായാലും സൂവിലായാലും കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും കുറേ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നമ്മളിവിടെ വന്നിട്ട് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇനിയുള്ള പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീൽ എടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുള്ള ഒരു റീൽ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഡാൻസിന് സ്റ്റെപ്സൊക്കെ പഠിച്ചിട്ട് റീൽ ചെയ്യാൻ പോവാണ്. ഞങ്ങളെടുത്ത റീല് ഞാൻ ഇൻസ്റ്റാ പേജിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ റീലൊക്കെ എടുത്ത് ഏകദേശം 40 മിനിറ്റോളം അവിടെ മ്യൂസിയത്തിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ തിരിച്ചു പോവാണ്. നമ്മൾ ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ടെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ആ കടയിലേക്ക് പോയി. പിന്നെ അവിടെ എത്തിയപ്പോഴാണെങ്കിലും മഴയും തുടങ്ങിയിരുന്നു. മഴ പെയ്തു ഗൈസ്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കട അടയ്ക്കാൻ പോകുമായിരുന്നു. പിന്നെ ചേട്ടൻ നമ്മൾ ഇത്രയും പേര് വന്നതല്ലേന്ന് കരുതിയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് തരാമെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ എല്ലാവരും കൂടെ ആ ഓറഞ്ച് ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഓറഞ്ച് ജ്യൂസിന്. നമ്മളങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് കണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ട്രിവാൻഡ്രം കാണാൻ എത്ര ഭംഗിയാന്ന്. അങ്ങനെ നമ്മൾ അവസാനം തിരിച്ചു പോകാനായിട്ട് ട്രെയിനിൽ കയറിയേക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? സൂപ്പറായിരുന്നു. അതൊരു കേരളത്തെ കാണാൻ പോകാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. ചെറുതായിട്ട് അടിച്ചു കട്ടി. നമ്മളുടെ ഒരു ദിവസമായിരുന്നു. നമ്മുടെ ഈ ബാച്ചിലെ പിള്ളേരെല്ലാം നമ്മളുടെ ലോകത്ത് നമ്മൾ മാത്രമായിട്ട് സീനായിരുന്നു. ഞങ്ങൾ തിരിച്ച് നല്ലതായിട്ട് വന്നു. അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോയി. വി ആർ സക്സസ്ഫുള്ളി അവർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്, സൂപ്പറായിരുന്നു. അടുത്ത പ്രാവശ്യം മുതൽ സാൻഡിൽ സെറ്റപ്പ് പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ അതിലും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫോർ നൗ. ചേട്ടനില്ലെങ്കിൽ ഞങ്ങൾക്ക് AC ഓൺ ആവൂല. ചേട്ടനില്ലെങ്കിൽ ചേട്ടൻ ഇറങ്ങി പോകുമ്പോൾ ചേട്ടൻ സ്വന്തമായിട്ട് AC ഓഫ് വേറെ ഒരു റൂമിൽ കഴിഞ്ഞ വീഡിയോ ഇത് മനസ്സിലാവാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.